മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ വർഷവും ഡിസംബർ 18 ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾ പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥകളും അതിക്രമങ്ങളും നേരിടുന്ന വർത്തമാനകാല ഇന്ത്യയിൽ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഏറുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനുള്ള അവകാശം നിലനിർത്താനും ന്യൂനപക്ഷങ്ങളെ ബഹുമാനിക്കണമെന്ന അവബോധം സൃഷ്ടിക്കാനുമാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ആധിപത്യം ഇല്ലാത്തതും ഒരു പ്രത്യേക രാജ്യത്തിനുള്ളിൽ ജനസംഖ്യാപരമായി കുറവുള്ളതുമായ ഒരു സമൂഹം എന്നാണ് ഐക്യരാഷ്ട്രസഭ ന്യൂനപക്ഷത്തെ നിർവചിച്ചിരിക്കുന്നത്. മതപരമോ ഭാഷാപരമോ ആയ ദേശീയത അല്ലെങ്കിൽ വംശീയ ന്യൂനപക്ഷങ്ങളുടെ വ്യക്തിയുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവന 1992 ഡിസംബർ 18 UN പുറത്തിറക്കിയത്. ന്യൂനപക്ഷ അവകാശ ദിനം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെയും തുല്യ അവസരങ്ങളും ഉയർത്തിപ്പിടിക്കുകയും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ചെയ്യും. വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ ന്യൂനപക്ഷ അവകാശ ദിനത്തിൻ്റെ വിഷയം. 1992 ആരംഭിച്ച UN വിഭാവനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചിരുന്നു. 1978 ഇത്. 1978 ജനുവരി 12 ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രമേയത്തിലാണ് കമ്മീഷന്റെ രൂപീകരണം വിഭാവനം ചെയ്തത്. ഭരണഘടനയിലും നിയമങ്ങളിലും സംരക്ഷണം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവസര സമത്വത്തിൻ്റെയും വിവേചനത്തിൻ്റെയും ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് എന്നതായിരുന്നു പ്രമേയത്തിലെ വരികൾ. 1984 ന്യൂനപക്ഷ കമ്മീഷനെ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് വേർപെടുത്തി പുതുതായി സൃഷ്ടിച്ച ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാക്കിയായിരുന്നു. 1992 നാഷണൽ കമ്മീഷൻ ഫോർ ദ മൈനോറിറ്റീസ് ആക്ട് നിലവിൽ വന്നതോടെ കമ്മീഷൻ നിയമപരമായ ഒരു പദവി നൽകുകയും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ക്ഷേമ മന്ത്രാലയം 1993 ഒക്ടോബർ 23 ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ 1993 മെയ് 17 ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, പാഴ്സികൾ എന്നീ 5 മതവിഭാഗങ്ങളെ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. 2014 ജനുവരി 27 ജൈനരെ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. 2011 സെൻസസ് പ്രകാരം 6 മതന്യൂനപക്ഷ സമുദായങ്ങൾ ജനസംഖ്യയുടെ 19.3%. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള ന്യൂനപക്ഷങ്ങളുടെ വികസന പുരോഗതി വിലയിരുത്തുക, ഭരണഘടനയിലും പാർലമെന്റും സംസ്ഥാന നിയമനിർമ്മാണ സഭകളും നടപ്പിലാക്കിയ നിയമങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കായുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുക, ന്യൂനപക്ഷങ്ങൾ ക്ഷേമത്തിനായുള്ള പ്രധാനമന്ത്രിയുടെ 15 പോയിന്റ് പ്രോഗ്രാം നടപ്പിലാക്കുകയും ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ള പദ്ധതികൾ പ്രവർത്തനക്ഷമമാണെന്നും ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനുള്ള ശുപാർശകൾ നൽകുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും സംരക്ഷണങ്ങളും ഹനിക്കുന്നതിനെക്കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കുകയും അധികാരികളോട് അത്തരം കാര്യങ്ങളിൽ നടപടി ആവശ്യപ്പെടുകയും ചെയ്യുക, വർഗീയ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും കാരണങ്ങൾ അന്വേഷിക്കുക എന്നിവയാണ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 25-ാം വകുപ്പ് മതസ്വാതന്ത്ര്യവും മൗലികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതു മതത്തിലും വിശ്വസിക്കാൻ മാത്രമല്ല അത് പ്രഘോഷിപ്പിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്നത്. ആഗോളതലത്തിൽ പ്രഖ്യാപിതമായ മനുഷ്യാവകാശങ്ങൾ അംഗീകരിച്ച് ഉറപ്പുവരുത്തുന്ന ആധുനിക ജനാധിപത്യ സമൂഹങ്ങളെ സൃഷ്ടിക്കുന്ന രാജ്യങ്ങളെല്ലാം മതസ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്നുണ്ട്. മറ്റ് മൗലിക അവകാശങ്ങളെ കാര്യക്ഷമമായി മാനിക്കാത്ത ചില രാഷ്ട്രങ്ങൾ പോലും മതസ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം മതസ്വാതന്ത്ര്യത്തെയും മറ്റ് മൗലിക അവകാശത്തോടൊപ്പം ഉറപ്പു നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 25-ാം വകുപ്പ് മതസ്വാതന്ത്ര്യം മൗലിക അവകാശമായി പ്രഖ്യാപിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയും ന്യൂനപക്ഷങ്ങളും ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉറപ്പുവരുത്തുന്ന ചുമതല ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. ജനസംഖ്യയിൽ വളരെ കുറവായ വിഭാഗങ്ങളുടെ ജീവനും സ്വത്തിനും ക്ഷേമത്തിനും നിലനിൽപ്പിനും ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഭൂരിപക്ഷത്തിന് പ്രകോപനമോ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിൽ സംഘർഷമോ ഉണ്ടായാൽ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം ഇല്ലാതാവുകയും സാമൂഹ്യനീതി ഹനിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങൾ ഒഴിവാക്കി സാമൂഹ്യനീതി ഉറപ്പാക്കാനാണ് ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉറപ്പാക്കിയിരിക്കുന്നത്.
ഇതിലൂടെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ പുരോഗതിയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഭരണഘടന മതസ്വാതന്ത്ര്യം സംശയരഹിതമായി ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ സാമൂഹിക യാഥാർത്ഥ്യം അതിനോട് സമരസപ്പെടുവാൻ ഇന്ന് പാടുപെടുകയാണ്.